പ്രശാന്ത് സാർ, തീരപ്രദേശത്തോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് ഒരു യുദ്ധവിമാനം പറന്നിറങ്ങുന്നു തിരുവനന്തപുരത്ത്. സംസ്ഥാനമൊട്ടാകെ ആശങ്കയിലായിരുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധവിമാനം എത്തുന്നത്. എന്തിനു വന്നുവെന്നോ എന്തിനാണ് ഒരു ലാൻഡിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നതോ എന്നുള്ളതിൽ കൃത്യമായ വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളുമുണ്ട്. ജൂൺ 14-ാം തീയതി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിമാനമാണ്. ഇന്ന് ഈ ജൂൺ 27-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ടും ഇവർ ഈ വിമാനവും കൊണ്ട് പോകുന്നില്ല. എന്തുകൊണ്ട് വിമാനം തിരിച്ച് ബ്രിട്ടനിലേക്ക് പറക്കുന്നില്ല? എന്താണ് സാങ്കേതിക തകരാർ? അല്ലെങ്കിൽ ഇത് കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു അനുമതി എന്തുകൊണ്ട് ഇന്ത്യ നൽകി എന്നതിനെ സംബന്ധിച്ചൊക്കെ നടക്കുന്നത് ഊഹാപോഹങ്ങളാണ്. ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ എന്തിനാണ് ബ്രിട്ടൻ F-35 യുദ്ധവിമാനം ഇവിടെ വന്നത്? നമ്മൾ ഭയക്കേണ്ടുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? വളരെ സംശയാസ്പദമായിട്ടുള്ള രീതിയിലേക്കും കാര്യങ്ങളിലേക്കുമാണ് F-35 ഹോൾഡ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഏറ്റവും അധികം വലിയ സാങ്കേതിക വിദ്യ ഉള്ളതും ഒരുപക്ഷെ വിമാനം ഒരു അതിർത്തി കടന്നാൽ അറിയാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒന്നും ഇന്ന് ലോകത്തില്ല എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ്. അത് 700 കോടി രൂപ വില വരുമെന്നാണ് അറിവ് ശരിയാണെങ്കിൽ പറയുന്നത്. ഈ വിമാനം കേരളത്തിൽ വന്നിരിക്കുന്നു, തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു, ജൂൺ 14 ഇറങ്ങിയിരിക്കുന്നു. കൊണ്ടുപോകാൻ ഒരവസ്ഥ അല്ലെങ്കിൽ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ വിമാനത്തിന്റെ ഉടമസ്ഥയിലുള്ള ബ്രിട്ടൻ അല്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്നതായിട്ടോ എന്തുകൊണ്ടെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമ്മൾ ഈ വിമാനം ഹോൾഡ് ചെയ്തിരിക്കുന്നു. അതായത് ഇവിടുന്ന് ഈ വിമാനം കൊണ്ടുപോകുന്നില്ല. അതിന്റെ രഹസ്യങ്ങൾ അത് ആഭ്യന്തര രഹസ്യങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ രഹസ്യങ്ങൾ ആയതുകൊണ്ട് ഒരുപക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല, ഊഹാപോഹങ്ങൾ. പക്ഷെ നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇത് നിസ്സാരമായിട്ട് വന്നതല്ല ഈ വിമാനം. ഈ വിമാനത്തെ അയച്ചിരിക്കുന്നതിന്റെ പിറകിൽ അമേരിക്കയുടെ കൈകളുണ്ട്. അമേരിക്കയുടെ കൈകൾ എന്ന് പറയുമ്പോൾ നമ്മളെ ആക്രമിക്കാനൊന്നും വന്നതല്ല. പണ്ട് ഓർമ്മയുണ്ട്, 2022 ഇതിന് പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ ഒരു ബ്രഹ്മോസ് പാകിസ്ഥാനിൽ ചെന്ന് കിടന്നത്. നമ്മുടെ ഒരു ബ്രഹ്മോസ് പാകിസ്ഥാനിൽ ചെന്ന് കിടന്നു, പാകിസ്ഥാൻ പോലും അറിഞ്ഞില്ല. അവസാനം നാട്ടുകാർ കണ്ടു ഏതാണ്ട് ഒരു സാധനം കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവി. പാകിസ്ഥാൻ വന്ന് നോക്കിയപ്പോൾ ഇത് ബ്രഹ്മോസ് മിസൈലാണ്, അതവിടെ കിടക്കുന്നു. ഇന്ത്യയെ അറിയിച്ചു. ഇന്ത്യ പറഞ്ഞു അറിയാതെ പറ്റിപ്പോയതാ. ഇവിടുന്ന് ഒരു ചെറുക്കൻ ഇത് തുടച്ചുകൊണ്ടിരുന്നപ്പോ അവൻ അറിയാതെ ഇത് പറന്നങ്ങ് പാകിസ്ഥാനിൽ വന്ന് വീണ് പോയതാ. അവന് 2 അടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ പറഞ്ഞിട്ട് ആ ചെറുക്കനെ പിടിച്ച് സസ്പെൻഡ് ചെയ്തു. ഞാൻ ചെറുക്കനെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഉത്തരവാദിത്തത്തിലുള്ള നമ്മുടെ പട്ടാളത്തില് അത്ര സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പിടിച്ച് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് അവസാനം എന്തായി? സിന്ദൂറിന് ശേഷം വ്യക്തത വരുത്തി ചൈന പറഞ്ഞില്ലേ, എടോ അത് പരീക്ഷണമല്ലായിരുന്നു, നമ്മളവിടെ കൊണ്ടുവച്ച സാധനമൊക്കെ കൊള്ളാമെന്ന് നോക്കിയതാ, അതിനെ അതിജീവിക്കാൻ പറ്റുന്നതാണോ ബ്രഹ്മോസ് നോക്കിയതാ. അത് അന്നേ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്ത്യക്കാരൻ അവരുടെ ആ രീതിയോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ചുമ്മാതാണ്. അതായത് അന്ന് പ്രതിരോധ സംവിധാനം ചൈനയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ്, ഇതിനെ മറികടക്കാനൊന്നും ഒക്കത്തില്ല നോക്കിയപ്പോൾ നമ്മൾ നമ്മുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ ബ്രഹ്മോസിന്റെ ശക്തി അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ ഒക്കുമോ എന്ന് നോക്കിയതാണ് പരീക്ഷണം. ഇതുപോലെ തന്നെയാണ് ഇപ്പം. സിന്ദൂറിന് ശേഷം ലോകത്ത് പല പ്രതിരോധ സംവിധാനത്തിനും അപ്പുറം S-400 ഇരിക്കുന്ന റഷ്യക്ക് അവരുടെ രാജ്യത്ത് സംരക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ S-400ഉം അതിന്റെ സാങ്കേതിക വിദ്യയും കൊണ്ട് ഇവിടെ നമ്മളുടെ പ്രാദേശിക പ്രതിരോധ സംവിധാനവും സുദർശന ചക്രയിൽ കൂടിയൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ലോകം പഠിക്കുമ്പോൾ തന്നെ ലോകത്ത് ഈ പറയുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അയൺഡോമും അല്ലെങ്കിൽ താഡ് അതിന്റെ കൂടെ വെച്ചിട്ടും അല്ലെങ്കിൽ റഷ്യക്ക് ഇത്രയും വലിയ പ്രതിനിധാനം ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇന്ത്യക്ക് തന്ന ഇപ്പോൾ ഉള്ളപ്പോഴും ഉക്രൈൻ കയറി അടിക്കുന്നതും അല്ലെങ്കിൽ ഈ താടും ഞാൻ മുമ്പേ പറഞ്ഞ അയൺഡോമും ഒക്കെയുള്ള ഇസ്രായേലിനകത്ത് മിസൈൽ വീഴുമ്പോഴും ഇവിടെ സിന്ദൂർ എന്ന് പറയുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് നടത്തിയിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് ഒരു മിസൈലോ ഒരു ഡ്രോണോ ഇവിടെ വീഴാതെ പോയതിന്റെ കാര്യം തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ. നിങ്ങൾക്കറിയാലോ, യൂറോപ്യൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെ ഒക്കെ സോക്കേട്. ഞങ്ങളുടെതാണോ വലുത്? ഞങ്ങളുടേതിനകത്തോട്ട് കയറുമോ? ഞങ്ങളുടെ വിമാനം കുഴപ്പമുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ തന്നെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് ഈ വിമാനം നമ്മുടെ ഇവിടുന്ന് നമ്മുടെ തീരത്തുനിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലാണ്. ഇത് ബ്രിട്ടന്റേതാണ്. ഇത് എങ്ങോട്ടാണ് പോയത്? നമ്മുടെ അവിടെ വന്നപ്പോൾ നമ്മളെ അറിയിക്കണം.
എങ്ങോട്ട് പോയ അവന്റെ പാട്ടിന് പോട്ടെ. ഈ വിമാനവാഹിനി കപ്പലുകളുടെ കപ്പലുകളുടെ പ്രത്യേകത അറിയാൽ ഇതോടൊത്തുനിന്ന് ഇത്തരത്തിൽ വിമാനങ്ങൾ അതിനകത്ത് കയറ്റി, യുദ്ധവിമാനങ്ങൾ കയറ്റി ആ വിമാനം എത്തിക്കേണ്ട, യുദ്ധത്തിന് പോവുകയാണെങ്കിൽ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ജോലി അതിനകത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ വിമാനം പറന്നുയരാറില്ല. അഥവാ പറന്നുയരണമെങ്കിൽ അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ പറന്നുയരുന്നത് ഈ സൈനിക അഭ്യാസത്തിന് വേണ്ടിയാണ്. അത്തരത്തിൽ സൈനിക അഭ്യാസമൊന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വിമാനം പറന്നുയർന്ന് നമ്മുടെ അതിർത്തിയിൽ വന്നിട്ട് നമ്മളോട് അനുവാദം ചോദിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നത്. അതായത് ഈ വിമാനം F-35 എന്ന് പറയുന്ന 5ാം തലമുറ വിമാനം നമ്മളുടെ പ്രതിരോധ സംവിധാനത്തെ, നമ്മുടെ റഡാർ സംവിധാനത്തെ ഒക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണോ എന്നറിയുന്നതിന് വേണ്ടി അമേരിക്ക, ഫ്രാൻസും കൂടെ കൂട്ടിച്ചേർന്ന്, അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞു നിങ്ങളൊന്ന് പോയി നോക്കണം, അവർക്കിടെ കയ്യിൽ ഈ സിഗ്നൽ കിട്ടുവാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരുവാണെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് ഇറങ്ങിക്കണം. വേറൊരു കാര്യം കൂടെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അനുവാദം ചോദിച്ചത് വിമാനത്തിന്റെ നമ്പർ അല്ല ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അനുവാദം ചോദിച്ചത് അമേരിക്കൻ വിമാനം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇറങ്ങിയത് ഫ്രാൻസിന്റെ കയ്യിലിരിക്കുന്ന വിമാനം. അതോ ഫ്രാൻസ് ആണോ അനുവാദം ചോദിച്ചത്? ഇപ്പൊ ഏതായാലും ചോദിച്ച വിമാനം ഇറങ്ങിയ വിമാനം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമ്മുടെ സിന്ധുവിന് ശേഷം നമ്മുടെ പ്രതിരോധ സംവിധാനം വലിയ വലിപ്പത്തിലുണ്ട്. ആ പ്രതിരോധ സംവിധാനത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന വിമാനമാണോ ഈ F-35 എന്നുള്ള കാര്യം പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ അതിർത്തി കടന്നതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചു. ഇത് വന്ന് കയറിയപ്പോഴേ അറിഞ്ഞു, നമ്മൾ അത് പിടിച്ചു, ഇവിടെ വെച്ചു, ലാൻഡ് ചെയ്യാൻ പറഞ്ഞു, ഇറങ്ങി. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാരണം പറഞ്ഞാൽ ഇന്ധനം തീർന്നു പോയി. ഒരു കാരണവശാലും ഇന്ധനം തീരത്തില്ല. അതാണ്. അല്ലെങ്കിൽ ആരുടെയും ചോദിച്ചാൽ ഇതുപോലുള്ള വലിയ വിമാനത്തിന് അത് ഇന്ധനം തീരുവോ? പിന്നെ കാലാവസ്ഥാ വ്യതിയാനം. എവിടെ കൂടെയും പറന്നു പോകുന്ന, ഉച്ചയും കുത്തി നിൽക്കുന്ന, തലകീഴായി പറക്കുന്ന, നേരെ താപ്പോട്ട് വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന വിമാനത്താവളങ്ങൾ പോലും വേണ്ടാത്ത രീതിയിലേക്ക് എല്ലാം പറക്കാൻ പറ്റുന്ന ആധുനിക സംവിധാനമുള്ള, എല്ലാ സംവിധാനങ്ങളുമുള്ള ഈ യുദ്ധവിമാനം എങ്ങനെ കാറ്റടിച്ചപ്പോ ഞങ്ങൾക്ക് കപ്പലിൽ ഇറങ്ങാൻ പറ്റിയില്ലെന്ന് ആരോടാ പറയുന്നേ? അത് കാറ്റടിച്ചായിരുന്നു. അവിടെ കാറ്റടിച്ചോണ്ട് കപ്പലിൽ ഇറങ്ങാൻ പറ്റിയില്ല. നീ എന്തിനാ അവിടുന്ന് പൊങ്ങിയത്? അതിനുള്ള കാരണം പറ. നീ എന്തിനാ ഈ സാധനം നിന്നെ ഈ സാധനം ഇങ്ങനെ പോയിട്ട് സാധാരണ നിയമം അനുസരിച്ച് അവിടെ പോയി ഇറങ്ങുന്നില്ലേ? നീ എന്തിനാ അവിടുന്ന് പൊങ്ങി? അന്നേരം തോന്നിയപ്പോ അല്ലേ പ്രാവ് പറക്കുന്ന പോലെ അങ്ങ് മേപ്പോട്ട് പൊങ്ങിയതാണ്? ഒന്നും അല്ലല്ലോ. അതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു വ്യക്തത വരേണ്ടതുണ്ട്. F-35 ഇവിടെ വന്ന് ചുമ്മാതെയല്ല, നമ്മളെ ആക്രമിക്കാനൊന്നും വന്നല്ല. പിന്നെ നമ്മുടെ ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദ രാജ്യം. അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് ഒരു ഡീൽ, അല്ലെങ്കിൽ അവർ നടത്തിയ കാര്യങ്ങൾ നമുക്ക് വെളിയിൽ പറയാൻ പറ്റത്തില്ല. നമ്മളെ ആക്രമിക്കാനൊന്നും വന്നല്ല. നമ്മള് നോക്കിയതാണ്. നാളെ കാലത്ത് എന്തെങ്കിലും വിഷയം വന്നാൽ ഇങ്ങോട്ട് ബോംബിടാനോ മറ്റു കാര്യത്തിനോ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ചേട്ടനാണോ ഞങ്ങൾ പണിഞ്ഞു വെച്ചേക്കുന്നത് നോക്കിയാൽ, പക്ഷെ ആ ചേട്ടൻ ഇവിടെ കയറിയാൽ പിടികൂടും. ഇവിടുത്തെ സംവിധാനം അത്രയ്ക്ക് വലുതാണ്. ഇപ്പോഴവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം അമേരിക്ക വിചാരിക്കുന്ന സംവിധാനമല്ല ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനം. ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളും, ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും, ഇന്ത്യ വെളിപ്പെടുത്താത്ത ആയുധങ്ങളും ഒക്കെ എന്നുള്ള രീതിയിലേക്ക്, ആശങ്കയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ F-35 കൃത്യമായ ഉദ്ദേശത്തോട് കൂടി തന്നെയാണ്. അതിന്റെ പിറകിൽ അമേരിക്കയുണ്ട്. നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ പരീക്ഷിക്കുന്നതാണ്, നമ്മുടെ റഡാർ സംവിധാനത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് മനസ്സിലായത് കൊണ്ടാണ് അതിന് കൃത്യമായ വ്യക്തത, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത, ചെയ്തുകൂടാത്ത കാര്യം ചെയ്തതിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ വിമാനം ഇവിടുന്ന് കയറിപ്പോകാത്തത്. ഇനി സാങ്കേതിക വിദ്യക്കകത്ത് തകരാറുണ്ടാവാനുള്ള കാര്യം വളരെ കുറവാണ്. അത്തരത്തിൽ സാങ്കേതിക തകരാർ ഉണ്ടാകത്തില്ല. അതേ രീതിയിൽ പണിഞ്ഞിരിക്കുന്ന വിമാനമാണ്. മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടി ഉദ്ദേശിച്ചത്, നമ്മളെ പണിയാൻ വന്നതാണല്ലോ. F-35 എന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ F-60 എന്ന് പറഞ്ഞ വിമാനം വെടിവെച്ചിട്ട് അമേരിക്കക്ക് സംഭവിച്ച പോലെ ഇതും കൊള്ളത്തില്ല. ഇത് തവിടുപൊടിയാണ്. ഇതിന് തകരാറ് വരും. ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് കാര്യമില്ല. ഈ രീതിയിലേക്കുള്ള ഒരു വിമാനമേ ഉള്ളൂ F-35. അല്ലെങ്കിൽ സാങ്കേതിക തകരാറുണ്ട്, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം കൂടി ഒരുപക്ഷെ കൊടുക്കുന്നുണ്ടാവും. അമേരിക്കയ്ക്ക് വലിയ പണിയാണ് ഈ F-35 ഇന്ത്യയിൽ പരീക്ഷിക്കാൻ കൊണ്ടുവിട്ടതും, പ്രതിരോധ സംവിധാനം പരീക്ഷിക്കാൻ കൊണ്ടുവിട്ടതും, അത്തരത്തിൽ ഇന്ത്യ പിടികൂടിയതും, ജാമാക്കിയതും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരിക്കുന്നതും. ഇത് പരസ്പര ധാരണയുടെ പുറകിൽ മാത്രമാണ്. ഇതിന്റെ യഥാർത്ഥ കഥ വെളിയിൽ വരാത്ത ഏതാണ്ട് കഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ചുമ്മാതെ കയറിയതല്ല, ഇവിടെ കയറ്റിയതാണ്, നമ്മളെ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിൽ ഇന്ത്യയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി. യെസ്, അതാണ്. എന്തായാലും വെറുതെ കയറ്റിയതല്ല F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. കൃത്യമായ ഒരു അജണ്ട, കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ചർച്ചകളും പുറത്തു വരുന്നുണ്ട്. ബ്രിട്ടന്റെ ഈ ഒരു നീക്കം, പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ, അവർ ആദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക്, അല്ലെങ്കിൽ അധികൃതരോട് ലാൻഡിങ്ങിന് വേണ്ടി അനുമതി തേടിയിരുന്ന വിമാനമല്ല ലാൻഡ് ചെയ്തത് എന്നതും
ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത്തരത്തിൽ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ആദ്യം പരീക്ഷിച്ചതുപോലെ ബ്രിട്ടനോ ഫ്രാൻസോ ഇന്ത്യയിലേക്ക് പരീക്ഷിച്ചതാണോ എന്ന സംശയവും ബാക്കിയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.